തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ പറയാനുണ്ടായ കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പ് എവിടെയൊക്കെ ഫീൽ ചെയ്തു ഉള്ളതാണ്. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും അതുപോലെ തന്നെ വർക്ക് സംബന്ധമായിട്ടുള്ള കാരണം കൊണ്ട് കുറച്ച് തിരക്കിലായിരുന്നു. ഒപ്പം ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ അമർത്താം. ഇനി വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് തീർച്ചയായിട്ടും കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എപ്പോഴും എല്ലാവരും ആസ്ക് മീ എ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്ന ഒരു ഓപ്ഷൻ എത്തുന്നത് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഒരു 1K അതിന്റെ എബോ വീഡിയോസ് ഒക്കെ ആയി കഴിയുമ്പോഴാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വെക്കാറ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ആദ്യം തന്നെ ആസ്ക് മീ എ ക്വസ്റ്റ്യൻ എന്നൊരു പോസ്റ്റ് എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ച് പേരെ റിപ്ലൈ ചെയ്യുള്ളായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് മാത്രമേ എനിക്ക് മറുപടി അയക്കൂ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനൊക്കെ ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നു. ഞാൻ ഹാപ്പിയാണ്. കാരണം ഇത്രയും ആൾക്കാർ എന്നെ വ്യൂ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അപ്പം ഞാൻ വന്നിരിക്കുന്നത് ആ ക്വസ്റ്റ്യനുകൾക്ക് എല്ലാം മറുപടിയുമായിട്ടാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അങ്ങനെയുള്ളൊരു കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം. ആദ്യം ഒരു ഹാപ്പി ആയിട്ട് തുടങ്ങാതെ ഞാൻ വിചാരിച്ചു. എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ഹായ് സിലി സുഖമാണെന്ന്. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. കൊറോണ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെയോ കേൾക്കുന്നുണ്ട്. പക്ഷെ നിലവിൽ ദൈവം സഹായിച്ച ഞങ്ങളുടെ ഭാഗത്തേക്കും ഞങ്ങളുടെ ഫാമിലിയുള്ളവർക്കും ഇതുവരെ വന്നില്ല. അപ്പം ഇനി വന്നു എന്ന് പറഞ്ഞിട്ട് കെയർ ചെയ്യാണ്ട് ഇരിക്കരുത്. എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത് വന്നിരിക്കുന്നത്, ഡു യു മിസ് കോളേജ് ഡേയ്സ്? ഇൻസ്റ്റാ എന്ന് പറഞ്ഞിട്ടൊരു ദേവുമാണ് അയച്ചിരിക്കുന്നത്. എൻ്റെ കോളേജ് മീറ്റാണ്. കോളേജിലെ ഡേയ്സ് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. എല്ലാവരെയും പോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു മിസ്സിങ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഗ്രൂപ്പുകളിലൊക്കെ കയറാറുണ്ട്. ചിലപ്പം എല്ലായിടത്തും റിപ്ലൈ ഒന്നും കൊടുക്കാറില്ലെങ്കിലും എല്ലാ മെസ്സേജസും ഞാൻ കാണാറുണ്ട്. അപ്പം കോളേജ് ഡേയ്സ് ഒരുപാട് മിസ് ചെയ്യുന്നു. കൂടാതെ തന്നെ എൻ്റെ കോളേജ് ഹോസ്റ്റലിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയ ഒരു ടൈമായിരുന്നു. ഒരു 3 വർഷം. കോളേജിന്റെ കാര്യം പറഞ്ഞപ്പോഴോ ഞാൻ ഏത് കോളേജിലാണ് പഠിച്ചത് ഞാൻ ആദ്യം തന്നെ പറയാം. ഞാൻ കോട്ടയം ജില്ലയിലെ നാട്ടം എന്ന സ്ഥലത്തെ നാട്ടം പോളിടെക്നിക്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പോളിടെക്നിക്കിൽ ഒന്നാണ്. നാട്ടം പോളിടെക്നിക്കിലെ ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ പഠിച്ചത്. അപ്പം എൻ്റെ കോളേജിലെ ഫ്രണ്ട്സിനെ ഞാൻ മിസ് ചെയ്യുന്നു. എൻ്റെ കോളേജ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹോസ്റ്റൽ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും എപ്പോഴും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. എപ്പോഴും ഒരു ചെറിയ രീതിയിലെങ്കിലും അവരുമായിട്ടൊന്ന് കോണ്ടാക്റ്റിൽ ഇരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. വലിയ നടിയായി കഴിയുമ്പോൾ നമ്മളെയൊക്കെ മറക്കുമോ? ജിഷ്ണുവാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വലിയ നടിയായി കഴിയുമ്പോൾ നിങ്ങളെയൊക്കെ മറക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ വലിയ നടിയാവുന്നത്. ആരെയും മറക്കാൻ വേണ്ടിയിട്ടല്ല വലിയ നടിയാവുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും മറക്കില്ല. പിന്നെ വിഷ്ണുവിന്റെ നാക്കും ഒരു പൊന്നാവട്ടെ, എവിടെയെങ്കിലൊക്കെ എനിക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, യൂട്യൂബ് ചാനലിൽ നെക്സ്റ്റ് വീഡിയോ ഇനി എപ്പോൾ വരും? ഇതാണ് നെക്സ്റ്റ് വീഡിയോ. അടുത്ത ദിവസം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇനി കണ്ടിന്യൂസ് വീഡിയോസും ഉണ്ടാവും. പിന്നെ വിഷ് 546, അതായത് വിഷ്ണു ഒരു ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ട്. പക്ഷെ ആ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതായത് വലിയ വില കൊടുക്കേണ്ടി വരും. ദെൻ വിഷ്ണു, ഹൗ ആർ യു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിവിടെ സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് സുഖമാണെന്ന് ഞാൻ കരുതുന്നു. ദെൻ ഹായ് സിമി എന്നൊക്കെ അയച്ചിട്ടുണ്ട്. സിത്തു സജിതി ചോദിച്ചിരിക്കുന്നു, നാളെ വോട്ട് അവർക്ക് ചെയ്യുമെന്ന്. പക്ഷെ വോട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആർക്കും വോട്ട് ചെയ്തിട്ടില്ല നിലവിൽ. ടോണി ജോൺ കട്ടപ്പന ചോദിച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ്, വോട്ടിന് പോകേണ്ടേ? വോട്ടിന് പോകേണ്ടെന്ന് വെച്ചാൽ വോട്ടിന് പോയില്ല എന്നതാണ് സത്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ആം ലിമിറ്റഡ് എഡിഷൻ, അതായത് പ്രിയപ്പെട്ട രേവതി അയച്ചിരിക്കുന്നുണ്ട്. എവിടെയാണ് പ്രമുഖ ചേച്ചി? സുഖമാണോ? ഞാൻ എറണാകുളത്താണ് നിലവിലുള്ളത്. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. രേവതി സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നുണ്ട്. രേവതിയുടെ ഫോട്ടോസും സ്റ്റാറ്റസും ഒക്കെ കാണുമ്പോൾ. അപ്പൊ സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ആദിത്യ NK, ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഐ ലവ് യു ടു. ആദിത്യ മാത്രമല്ല എല്ലാരും എനിക്കിഷ്ടം. ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് വിഷമവും. അതുകൊണ്ട് എനിക്ക്
എല്ലാവരും ഇഷ്ടം. ഐ ലവ് യു ഓൾ. ആദിത്യ എനിക്ക് മിസ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. സൺഡേ ഒരു വലിയ ഡേ ആയതുകൊണ്ട് മിസ് യു സൺഡേ. മൺഡേ നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യും. ഓക്കെ. വാട്ട് ഈസ് യുവർ നിക് നെയിം? ഷാഫി ചോദിച്ചിരിക്കുകയാണ്. എനിക്ക് നിക് നെയിം എന്ന് പറഞ്ഞാൽ എന്നെ വീട്ടിൽ വിളിക്കുന്നത് മാളു എന്നാണ്. മാളു മോളു എന്നൊക്കെ വിളിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കാം. മാളു എന്നാണ് എന്റെ നിക് നെയിം. നന്ദൂസ് ചോദിച്ചിരിക്കുന്നു, എന്നെ ഓർമ്മയുണ്ടോ? എന്താണ് സാറേ എങ്ങനെയൊക്കെ ചോദിക്കാമോ? എല്ലാവരും ഓർമ്മയുണ്ട്. ബിജു ദിവാകരൻ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി സിംഗിൾ ആണോ? ഞാൻ സിംഗിൾ അല്ല, ട്രിപ്പിൾ ആണ്. മീൻസ് എന്റെ കല്യാണം കഴിഞ്ഞു. അതുകൂടാതെ തന്നെ എനിക്കൊരു ബേബി കൂടിയുണ്ട്. 2 വയസ്സുള്ള ഒരു ബേബി കൂടിയുണ്ട്. അപ്പം ഞങ്ങൾ 3 ആളാണ്. ഞാൻ, ഹസ്ബൻഡ്, എന്റെ ബേബി. ഞാൻ സിംഗിൾ അല്ല. ഓക്കെ. വിശാഖ് ചോദിച്ചിട്ടുണ്ട്, ഈ ക്വസ്റ്റിനൊന്നും റിപ്ലൈ കിട്ടുന്നില്ലല്ലോ. ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. ഈ ക്വസ്റ്റിനുള്ള റിപ്ലൈ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ വഴിയായിരിക്കും തരുന്നത്. ഇൻസ്റ്റയിൽ ഇതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തല്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പം യൂട്യൂബ് ചാനൽ വഴി റിപ്ലൈ തരാൻ വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തത്. ഓക്കെ. റിങ്കു ചോദിച്ചിട്ടുണ്ട്, യുവർ റോൾ മോഡൽ ആരാണെന്ന്. റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരുപാട്, അച്ഛനും അമ്മയും ഒരു പ്രധാന റോൾ മോഡൽസ് ആണ് നമ്മുടെ. അത് എടുത്തു പറയേണ്ട ആവശ്യം വരുന്നില്ല. പിന്നീട് എന്റെ ജീവിതത്തിൽ റോൾ മോഡലല്ല, എന്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. സ്വാധീനിച്ചതും ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ കണ്ടു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട്, പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഒരാളെന്ന് പറയാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ഒന്ന് സ്ട്രൈക്കിംഗ് ആണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരാളിൽ നിന്ന് പഠിക്കാൻ തോന്നുന്ന എല്ലാവരെയും ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടത്തോടെ, ആരാധനയോടെ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട്, കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സിംഗർ സിത്താര കൃഷ്ണകുമാർ. അതുപോലെ പിന്നെ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ നിമ്മി അരുൺ. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആള് പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്. അപ്പം നിമ്മീനെ, അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഒരുപാട് ആൾക്കാരുണ്ട്. കവിത ചേച്ചി, അതായത് മാളു ചേച്ചി, അവരൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വലുതായിട്ടുള്ള ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുന്നതും ഞാൻ അവരെ കണ്ട് പഠിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം റോൾ മോഡൽ എന്ന് പറയാനായിട്ട് ഒരാളില്ല. റോൾ മോഡൽസ് ആണ് എല്ലാവരും. ഓരോ ദിവസവും ഞാൻ കണ്ടുമുട്ടുന്ന, എനിക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുന്ന ആൾക്കാരെ ഞാൻ ശരിക്കും ആ ഒരു രീതിയിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അച്ചു ചോദിച്ചിരിക്കുന്നു, ആർച്ച ചോദിച്ചിരിക്കുന്നു, അമ്മ വൈഫ് ഇതിൽ ഏതാണ് ഹാൻഡിൽ ചെയ്യാൻ, ഇത് രണ്ടിൽ ഏതാണ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു ടൈം? എനിക്ക് രണ്ടും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് വൈഫിൽ നിന്ന് അമ്മയിലേക്ക് ട്രാൻസ്ഫർ ആയ ഒരു നിമിഷം ഉണ്ടല്ലോ, അതായത് പെയിനായിട്ട് ലേബർ റൂമിലേക്ക് പോയ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു ഞാൻ ഏറ്റവും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടിയ ഒരു ടൈം. കാരണം ഇതിന്റെ പെയിൻ കാരണം എപ്പൊ കഴിയും എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പം ഈ വൈഫിൽ നിന്ന് അമ്മയിലേക്ക് ട്രാൻസ്ഫർ ആയ ആ ഒരു നിമിഷമാണ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുള്ളൊരു അത്. പിന്നെ അമ്മ വൈഫ് അത് അത്ര പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. VJ റഷ്യൻ ചോദിച്ചിട്ടുണ്ട്, കൂതറയിൽ നിന്നും സെലിബ്രിറ്റിയിലേക്കുള്ള വളർച്ച എങ്ങനെ കാണുന്നു മേഡം എന്നൊക്കെ. കൂതറ എന്ത് കൂതറയാണ്, അതിൽ സെലിബ്രിറ്റി ആകുന്നൊരു കാരണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നീയല്ല എൻ്റെ ഫ്രണ്ട്, തീർച്ചയായിട്ടും ഈ ഒരു ലെവലിൽ മാത്രമേ ഞാൻ പോകുള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ ഓപ്പണായിട്ട് അവനോട് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും പറയാണ്, എൻ്റെ പോസിറ്റീവ്ലി എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്ററും ഡീമോട്ടിവേറ്ററും റഷ്യൻ തന്നെയാണ്. അവൻ പറയുന്ന ഞാനൊരു വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ ഇടുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടടാന്ന് ചോദിക്കുമ്പോൾ അവൻ എനിക്ക് തരുന്ന, അവൻ വളരെ മോശം എന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷെ ആ അഭിപ്രായം എന്നെ മോട്ടിവേറ്റ് ചെയ്യുക പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാരിപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില ആൾക്കാർ ഇങ്ങനെ പറയാം നല്ലതാണ് എന്ന് പറഞ്ഞാൽ പോലും അതിലൊരു ഡീമോട്ടിവേഷൻ ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ റഷ്യൻ അങ്ങനെയല്ല. അവൻ ഡീമോട്ടിവേറ്റ് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിലും അതിലൊരു മോട്ടിവേഷൻ ഉണ്ട്. ആ ഒരു ഇൻസ്പിറേഷൻ പലപ്പോഴും എൻ്റെ
കരിയറിനെ സ്വാധീനിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ സെലിബ്രിറ്റി ഒന്നുമല്ല, സെലിബ്രിറ്റി ഇതുവരെ ആയിട്ടില്ല. ആകണമെന്ന് ആഗ്രഹമുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ഓവറായിട്ട് സ്റ്റാർഡം വേണമെന്നല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എൻ്റെതായ ഒരു ഐഡന്റിറ്റി എനിക്ക് ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ട്. പിന്നെ റഷ്യന്റെ തന്നെ സിസ്റ്റർ എന്നോട് ചോദിച്ചു, റഷ്യന്റെ അനിയത്തി മാളു എന്നോട് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് പ്രൊജക്ട് ഏതാണ്, നെക്സ്റ്റ് സീരിയൽ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിലവിൽ ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ വലുതൊന്നും അല്ലെങ്കിൽ പോലും ചെറുതായിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഈ മാസം 9-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന പൃഥ്വിരാജിന്റെ മൂവി സ്റ്റാർ എന്ന മൂവിയിൽ ഞാൻ ചെറിയൊരു പോർഷൻ, അതായത് പുറത്തുനിന്ന് കാണുന്നവർക്ക് അതൊരു പാസിംഗ് സീൻ ആയിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഒരു സിനിമ ഈ മാസം 9-ാം തീയതി റിലീസ് ആവുന്നുണ്ട്, പൃഥ്വിരാജ് മൂവി സ്റ്റാർ. അതുകൂടാതെ തന്നെ മഴവിൽ മനോരമയിലെ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച റിലീസ് ചെയ്തിട്ടുള്ള എന്റെ കുട്ടികളുടെ അച്ഛൻ എന്നൊന്നും ആ സീരിയലിൽ ഞാനൊരു 2 എപ്പിസോഡ് ഉണ്ടായിരുന്നു. ആരൊക്കെ കണ്ടിട്ടുണ്ടെന്നും എനിക്കറിയില്ല, ആ 2 എപ്പിസോഡിലുണ്ടായിരുന്നു. അടുത്തത് അർജുൻ അശോകൻ നായകനായിട്ട് വരുന്ന നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങളിലെ ആ കുട്ടി ഉള്ള ഒരു സിനിമയിൽ അതിലും ചെറിയൊരു സീൻ ഞാൻ ചെയ്തിട്ടുണ്ട്. വലുതല്ല, എന്നെ സംബന്ധിച്ചോളം വലുതായിട്ടുള്ളൊരു ഇതാണ്. അതിലും ഞാനൊരു ചെറിയൊരു പോർഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഞാനിപ്പം ഒരു ജോബിന് കയറിയിട്ടുണ്ട്. അതായത് എൻ്റെ കരിയർ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ജോബാണ്. ഒരു ഓൺലൈൻ ചാനലിൽ ആങ്കർ കം പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഷൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുള്ളൂ. അതിന്റെ ഈ മാസം 26-ാം തീയതിക്ക് ശേഷം ചിലപ്പോൾ വീഡിയോസൊക്കെ ഇറങ്ങി തുടങ്ങുമായിരിക്കും. അപ്പം ഞാൻ എൻ്റെ നിലവിലുള്ള ഒരു കരിയറിൽ നിന്നും ജസ്റ്റ് ഒന്ന് മാറി. കരിയർ മീൻസ് ഇത്രയും നാളും ഞാൻ വേറൊരു ഡിപ്പാർട്ട്മെന്റിലല്ല, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. അതിന്റെ ഇടയിൽ യൂട്യൂബ് വീഡിയോ സിനിമാസൊക്കെ ഉണ്ട് എങ്കിൽ പോലും വേറൊരു തരത്തിലായിരുന്നു. ഇനി അടുത്തത് ഒരു മീഡിയ ലെവലിലേക്ക് വരുന്നത് ഈ ഓൺലൈൻ ചാനൽ മുഖാന്തരമാണ്. അപ്പം ഈ മാസം 26-ാം തീയതി തൊട്ട് അതിൻ്റെ ഒരു ടെലികാസ്റ്റിംഗ് മറ്റും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഓൺലൈൻ മീഡിയയിലാണ്. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ നെക്സ്റ്റ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്കുള്ള എൻ്റെ യാത്ര. അപ്പം എല്ലാ യാത്രയിലും എല്ലാവരും എന്നോടൊപ്പം വേണം. എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞാൻ പ്രതീക്ഷിക്കുന്നു, ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കുകയും ചെയ്യുന്നത്. അപ്പം കൂടാതെ ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ കുറച്ച് ആളുകൾക്ക് കൂടെ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഇതാണ് നേരത്തെ എൻ്റെ യാത്രയുടെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ. അപ്പം ടാറ്റാ ബൈ.